നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്രാഞ്ച് അക്കൗണ്ട്സ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം മലബാർ ഗോൾഡിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മലബാർ ഗോൾഡ് കണ്ണൂരുണ്ട്, കോഴിക്കോടുണ്ട്, അല്ലെ, പിന്നെ എറണാകുളത്തുണ്ട്, അപ്പോൾ ഡിഫറെൻറ്റ് ബാംഗ്ലൂരിലുണ്ട്. അതേപോലെ തന്നെ ഇപ്പം ജോയി ആലുക്കാസ് ആയാലും പിന്നെ അങ്ങനെ എല്ലാ വലിയ വലിയ കമ്പനികൾ, സൂര്യ സീരീസ്, ഇങ്ങനെയുള്ള കമ്പനികൾക്കൊക്കെ ഇതൊക്കെയുണ്ട്. അപ്പോൾ ഇവിടെയും ബ്രാഞ്ച് ഉണ്ട്, മറ്റുള്ള സ്ഥലങ്ങളിലും ബ്രാഞ്ച് ഉണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ABC എടുക്കാം. ABC കാര്യം നോക്കുവാണെങ്കിൽ ABC കണ്ണൂരുണ്ട്, തളിപ്പറമ്പിലുണ്ട് ABC, അതേപോലെ തന്നെ കൊച്ചിയിലുണ്ട്, പിന്നെ ബാംഗ്ലൂരിലുണ്ട്. ഇപ്പം ഇങ്ങനെ ആണെങ്കിൽ ഇപ്പോൾ ചില സന്ദർഭങ്ങളിൽ എന്താ സംഭവിക്കുമെന്ന് കരുതിയാൽ ABC കൊച്ചിയുടെ എക്സ്പെൻസ് ABC ബാംഗ്ലൂർ മീറ്റ് ചെയ്യും. ഇനി ചിലപ്പോൾ ABC കണ്ണൂരിൻ്റെ ഇൻകം ABC കാലിക്കറ്റ് റിസീവ് ചെയ്യും. ഇങ്ങനെ പല സിറ്റുവേഷൻസും ഉണ്ടാകാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഒരു അക്കൗണ്ട്സ് ഒക്കെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഇങ്ങനെയുള്ള കമ്പനികളിലൊക്കെയാണ് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യും, അവരിങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ എക്സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളത് ABC കൊച്ചി, ABC ബാംഗ്ലൂർ. ഓക്കെ, ഇവിടെ ഇത് സംഭവിച്ചു എന്ന് വെച്ചാൽ ABC ബാംഗ്ലൂരിന്റെ എക്സ്പെൻഡിച്ചർ, ABC ബാംഗ്ലൂരിന്റെ എക്സ്പെൻസ് സാലറി, അതായത് അത് എന്ത് ചെയ്തു, ABC കൊച്ചി മീറ്റ് ചെയ്തു. ഒരിപ്പം റിയാലിറ്റി അല്ല ഒരു പ്രാക്ടിക്കലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ABC ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ സ്വന്തം സ്ഥലം എൻ്റെ സ്വന്തം സ്ഥലം എറണാകുളത്താണെന്ന് കരുതും. അപ്പം അങ്ങനെയാകുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു അടിയന്തരമായിട്ട് കുറച്ച് എമൗണ്ട് ആവശ്യം ഉണ്ട് എന്ന് കരുതും. അപ്പം അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യും, ABC പിന്നെ കൊച്ചിയിൽ പോകുന്നു. ഞാൻ പറയുന്ന ഞാൻ ABC ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കൊരു 5,000 റുപ്പീസ് അല്ലെങ്കിൽ 10,000 റുപ്പീസ് സാലറി ഒന്ന് വേണം എന്ന് പറയുമ്പോൾ അവർ തീർച്ചയായിട്ടും തരും. പക്ഷെ ഞാൻ ആരല്ല, ABC കൊച്ചിയിലെ സ്റ്റാഫല്ല, ഞാൻ ABC ബാംഗ്ലൂരിൻ്റെ സ്റ്റാഫാണ്. അങ്ങനെയാകുമ്പോൾ ABC ബാംഗ്ലൂർ എന്ത് എൻട്രി ഇടും, ABC കൊച്ചി എന്ത് എൻട്രി ഇടും. എന്തിനാണ് ഈ രണ്ടും എൻട്രി ഇടുന്നത്? നമ്മൾ എന്ത് ചെയ്യണം, ബ്രാഞ്ച് റീകൺസിലേഷൻ ചെയ്യുമ്പോൾ ABC കൊച്ചിയിൽ എന്താണോ ബാലൻസ്, ABC കൊച്ചിയുടെ ബുക്കിൽ ABC ബാംഗ്ലൂരിൻ്റെ ബാലൻസ് എന്താണോ അത് ടാലി ആകണം ABC ബാംഗ്ലൂരിൻ്റെ ബുക്കിൽ ABC കൊച്ചിൻ്റെ ബാലൻസ്. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ എൻട്രി അപ്പുറം ഇപ്പുറം ഒക്കെ ഇടുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ABC ബാംഗ്ലൂരിലെ സ്റ്റാഫാണ്. ഓക്കെ, ABC ബാംഗ്ലൂരിൻ്റെ സ്റ്റാഫാണ്, പക്ഷേ ഞാൻ സാലറി വാങ്ങുന്നത് ABC കൊച്ചിയിലാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്ക് ABC ബാംഗ്ലൂർ, അതായത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനം ABC ബാംഗ്ലൂരിൽ എന്ത് എൻട്രി ഇടും എന്ന് നോക്കാം. ABC ബാംഗ്ലൂരിനെ സംബന്ധിച്ച് ഇതൊരു ചെലവാണ്, അല്ലെ. എൻ്റെ ശമ്പളം, സാലറി എന്നുള്ളത് ഒരു എക്സ്പെൻഡിച്ചറാണ് ABC ബാംഗ്ലൂരിനെ സംബന്ധിച്ച്. അപ്പോൾ ABC ബാംഗ്ലൂർ ആദ്യം എൻട്രി ഇടേണ്ടത് സാലറി അക്കൗണ്ട് ഡെറ്റർ. എന്തുകൊണ്ട് സാലറിനെ ഡെബിറ്റ് ചെയ്യുന്നു? സാലറി ചെലവായതുകൊണ്ട്. ടു ക്രെഡിറ്റ് ചെയ്യണം ഹൂ ഈസ് ദ ഗിവർ, അല്ലെ. അപ്പോൾ ആരാണ് പൈസ കൊടുക്കുന്നത്? ABC കൊച്ചിയാണ് പൈസ കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എൻട്രി ഇട്ടു സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ABC കൊച്ചി എന്ന് പറഞ്ഞു. കാരണം ABC കൊച്ചിയാണ് ആ പൈസ കൊടുക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ABC ബാംഗ്ലൂർ ABC കൊച്ചിക്ക് ആ പൈസ കൊടുക്കണം. ഓക്കെ, അങ്ങനെ പൈസ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് എൻട്രി ചെയ്യണം? ABC കൊച്ചി അക്കൗണ്ടന്റ് ഹു ഈസ് ദ റിസീവർ. അപ്പോൾ ABC കൊച്ചി അക്കൗണ്ടന്റ് ടു ബാങ്ക് ഓർ ക്യാഷ്, ബാങ്ക് ടു ബാങ്ക്. ABC കൊച്ചി ABCക്ക് പൈസ കൊടുക്കും. ABC കൊച്ചിക്ക് പൈസ കൊടുക്കുമ്പോൾ ABC ബാംഗ്ലൂർ എന്ത് എൻട്രി ചെയ്യണം? ABC കൊച്ചി അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക്. അപ്പോൾ ABC ബാംഗ്ലൂരിൻ്റെ ബുക്സിലുള്ള എൻട്രി തീർന്നു. ഇനി നമുക്ക് ആരാണ് പൈസ കൊടുക്കുന്നത്? ABC കൊച്ചി ആളിലെ എന്ത് എൻട്രി പാസ് ചെയ്യാൻ നോക്കാം. ആദ്യം വേണ്ടത് ABC ബാംഗ്ലൂർ അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞു. കാരണം ABC കൊച്ചിനെ സംബന്ധിച്ച് ഞാൻ അവരുടെ സ്റ്റാഫേ അല്ല. അപ്പം അവരെ സംബന്ധിച്ച് അതൊരു എക്സ്പെൻഡിച്ചർ അല്ല. അവരെ സംബന്ധിച്ച് അവരെന്ത് ചെയ്യുന്നുള്ളൂ, ABC ബാംഗ്ലൂർ കൊടുക്കേണ്ട ചെലവ് അവർ മീറ്റ് ചെയ്തേ ഉള്ളൂ. അപ്പം ABC കൊച്ചിനെ സംബന്ധിച്ച് അവരുടെ ചെലവുമല്ല. അപ്പോൾ ABC ബാംഗ്ലൂരിന് വേണ്ടി ഇവിടെ പൈസ കൊടുത്തേ ഉള്ളൂ. അപ്പോൾ ആര് ഡെബിറ്റ് ചെയ്യണം? ABCക്ക് ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല. ABC കൊച്ചി എന്ന് പറയുന്ന കമ്പനിക്ക് ഈ ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല. അവർക്ക് ആകെയുള്ള ബന്ധം ആരുമായിട്ടേ ഉള്ളൂ? ABC ബാംഗ്ലൂർ എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് അവരുടെ ബുക്സിൽ ABC ബാംഗ്ലൂർ ഉണ്ടാവുള്ളൂ. അപ്പോൾ ABC ബാംഗ്ലൂർ അക്കൗണ്ട് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അതിൽ നരേഷൻ വളരെ ക്ലിയർ ആയിട്ട് കൊടുക്കണം. ആർക്കാണ് എന്തിനാണ് കൊടുത്തത് എന്നുള്ളത് നരേഷൻ വ്യക്തമാക്കണം. കാരണം നാളെ ബ്രാഞ്ചൊക്കെ റീകൺസിലേഷൻ ചെയ്യുമ്പോൾ കുറച്ച് കാലങ്ങളൊക്കെ കഴിഞ്ഞ് ഇത് ആർക്ക് കൊടുത്തു, എപ്പോൾ കൊടുത്തു എന്നതിനോട് ചോദ്യം വരും. ആര് പാസ്സാക്കി? അപ്പോൾ ABC
ബാംഗ്ലൂർ അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അതായത് ABC ബാംഗ്ലൂരിന് വേണ്ടി കൊടുത്തു എന്നുള്ള ഇത്. ഇനി എന്ത് ചെയ്യണം? ABC ബാംഗ്ലൂർ കൊച്ചിക്ക് പൈസ കൊടുക്കുന്നു. അപ്പൊ നമ്മൾ ABC ബാംഗ്ലൂർ പൈസ കൊടുക്കുമ്പോൾ കിട്ടും ABC കൊച്ചി അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞു. ഇനി ABC കൊച്ചി ആ ബാംഗ്ലൂരിന്റെ പൈസ റിസീവ് ചെയ്യുമ്പോൾ ഏതിനെ ഡെബിറ്റ് ചെയ്യണം? ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. നമ്മുടെ അസറ്റ് വാല്യൂ കൂടുന്നത് കൊണ്ട് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഹു ഈസ് ദ ഗിവർ? ABC ബാംഗ്ലൂർ അക്കൗണ്ട് ടു ABC ബാംഗ്ലൂർ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ബാങ്കിനെ ഡെബിറ്റ് ചെയ്യും, ABC ബാംഗ്ലൂരിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട്സ് ചെയ്യുമ്പോൾ. അപ്പോൾ എൻ്റെ എന്താകും? ABC ബാംഗ്ലൂരിൻ്റെയും പിന്നെ ABC കൊച്ചിൻ്റെയും ബാലൻസ് 0 ആകും. ഓക്കെ, ഇപ്പോൾ 0 ആകും. സാലറിയിൽ ഡെബിറ്റ് നിൽക്കും, ബാങ്കിൽ പൈസ പോയതായിട്ട് കാണും. അപ്പോൾ സാലറി അക്കൗണ്ട് അൾട്ടിമേറ്റ്ലി എന്താ ഉണ്ടാവും? സാലറി എന്ന് പറയുന്ന എക്സ്പെൻസിന് ഡെബിറ്റ് ചെയ്യും, ബാങ്കിനെ ക്രെഡിറ്റും ചെയ്യും. ബാക്കിയൊക്കെ എന്താകും? പിന്നെ നള്ളിഫൈ ആയിട്ട് പോകും. ട്രാൻസാക്ഷൻസ് നള്ളിഫൈ ആയിട്ട് ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ വന്നിട്ട് അത് 0 ആയിട്ട് പോകും. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്.